വാർത്തകൾ വിശദമായി നോക്കാം. KSRTC ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് TDF നടത്തുന്ന പണിമുടക്ക് പുരോഗമിക്കുന്നു. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി വരെ തുടരും. പണിമുടക്ക് ഒഴിവാക്കാൻ യൂണിയൻ നേതാക്കളുമായി KSRTC CMD ചർച്ച നടത്തിയിരുന്നെങ്കിലും പരാജയപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, KSRTC ജീവനക്കാരുടെ പണിമുടക്ക് പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് KSRTCയുടെ പണിമുടക്ക് പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് ഉടനീളം KSRTCയുടെ ഒരു പക്ഷം ജീവനക്കാർ പണിമുടക്ക് നടത്തി വരികയാണ്. TDFന്റെ പ്രതിഷേധം അതിശക്തമായി തുടരുന്നുണ്ട്. പക്ഷേ നിരത്തുകളിലെല്ലാം വാഹനം ഓടുകയാണ്. TDFന്റെ നേതാക്കളെല്ലാം പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് ബസ് ടെർമിനലിലും ഇപ്പോൾ TDF നേതാക്കളെല്ലാം ഉണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഈ പണിമുടക്ക് ശക്തമായി കാണുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം വരുന്നുണ്ട്, അതെന്തുകൊണ്ടാണ്? പണിമുടക്ക് ശക്തമായി തന്നെയാണ് TDF നേരിടുന്നത്. ഞങ്ങൾ TDF എന്ന് പറഞ്ഞ ഒരു സംഘടന മാത്രമാണ് ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. ഇവിടെ എതിർഭാഗത്ത് ശമ്പളം പോലും കിട്ടാതിരുന്നിട്ടും ഇവിടെ CITUവും BMSും ബദലി എന്ന് പറയുന്ന തൊഴിലാളികളും ചേർന്നുകൊണ്ടാണ് വണ്ടികൾ ഓടുന്നത്. ഓഫീസിലെയും മെക്കാനിക്കൽ സ്റ്റാഫുകളുടെയും ഉൾപ്പെടെയുള്ള സ്ഥിരം ജീവനക്കാർ എന്ന് പറയുന്നത് ഈ സമരത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. വണ്ടി പോകുന്നത് കണക്കാക്കേണ്ട, വണ്ടി ഓടുന്നത് ബദലിക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് വണ്ടി ഓടുന്നത്. അതുകൊണ്ട് സമരം പരാജയമല്ല, സമരത്തിന് തൊഴിലാളികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ശമ്പളം പോലും കിട്ടാതെ മാനസിക സമ്മർദ്ദത്തിൽ അല്ലെങ്കിൽ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടുള്ള ഈ സമയത്ത് തൊഴിലാളികളുടെ കൂടെ നിന്ന് അവർക്ക് ശമ്പളം വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി ഈ സമരം പൊളിക്കുന്നതിന് വേണ്ടിയാണ് CITUവും അതുപോലുള്ള സംഘടനകളും നിൽക്കുന്നത്. നിങ്ങൾ കണ്ടു കാണും, ഞങ്ങൾ സമരം ആഹ്വാനം ചെയ്തപ്പോഴേ ഞങ്ങൾ പണിമുടക്കുന്നില്ല എന്ന് CITU ഫ്ലക്സും ബാനറും പോസ്റ്ററും അടിച്ച് പ്രചരണം നടത്തി. അവർക്ക് തൊഴിലാളി സ്നേഹമല്ല, അവർക്ക് പിണറായി വിജയനെ താങ്ങി നിൽക്കാനുള്ള, സർക്കാരിനെ താങ്ങി നിൽക്കാനുള്ള ഒരു താല്പര്യമാണ് അവർ കാണിക്കുന്നത്. സെൻട്രൽ ഡിപ്പോയിൽ മാനസിക സമ്മർദ്ദം, മാനസിക പീഡനം കൊണ്ട് ഇന്നലെയും CITU ഉൾപ്പെട്ട ഒരു തൊഴിലാളി മരിച്ചു. ആരൊക്കെ ചത്താലും ശരി, ചെങ്കൊടി പാറട്ടെ എന്നുള്ള ഒരു നയമാണ് അവരുടെ ഭാഗത്തുനിന്നുള്ളത്. തൊഴിലാളികൾ, പെർമനന്റ് തൊഴിലാളികൾ സമരം ഏറ്റെടുത്തിട്ടുണ്ട്. അവരിൽ ഒട്ടുമുക്ക പേരും ഈ സമരവുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിക്ക് വരുന്നില്ല. അപ്പോൾ ഈ ബദൽ ആൾക്കാരെ ഏർപ്പെടുത്തിയിട്ടാണല്ലോ, അങ്ങനെയാണെങ്കിൽ ബസ് തടയുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടോ? ബദലി ആൾക്കാരെ ഞങ്ങള് പറഞ്ഞില്ലേ, ഞങ്ങൾ കോൺഗ്രസിന്റെ ഒരു സംഘടനയാണ്. ഞങ്ങൾ സമാധാനപരമായിട്ടാണ് ഈ സമരത്തിന് നോട്ടീസ് കൊടുത്ത് സമാധാനപരമായുള്ള സമരമാണ് ഞങ്ങൾ നയിക്കുന്നത്. ഞങ്ങൾ CITUക്കാർ കാണിക്കുന്നത് പോലെ അടിച്ചുപൊട്ടിക്കുകയും അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നതിനും, പണ്ടൊക്കെ അവർ നടത്തിയ സമരത്തിന് എഞ്ചിനിൽ അറക്കപ്പൊടി വാരിയിടുകയും ടയർ കുത്തിക്കുകയും, ഞങ്ങൾ അത്തരം അക്രമ പ്രവർത്തനങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നിയമപരമായി സർക്കാരിനും മാനേജ്മെന്റിനും ലേബറിലും നേരത്തെ കൂട്ടി തന്നെ പണിമുടക്ക് നോട്ടീസ് കൊടുത്ത് നിയമാനുസൃതം നടത്തുന്ന ഒരു പണിമുടക്കാണത്. അപ്പോൾ ഇതുപോലെ ഈ സമരം, ഈ പണിമുടക്ക് ഇപ്പോൾ നടത്തി വരികയാണ്. അപ്പോൾ ഇനി ദിവസങ്ങളിലും സർക്കാർ ഒരു അനുനയ നീക്കത്തിന് ശ്രമിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു ഒപ്പം നിൽക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും പണിമുടക്കോ പ്രതിഷേധത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും ഇതൊരു അവസാനത്തെ പണിമുടക്കല്ല. ഇനിയും മാനേജ്മെന്റ്, KSRTC മാനേജ്മെന്റും അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും KSRTCയിലെ തൊഴിലാളികളുടെ ശമ്പളമടക്കം, DA കുടിശ്ശിക അടക്കം, KSRTCക്ക് പുതിയ ബസ്സുകൾ വാങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനം എടുക്കാത്ത പക്ഷം തുടർ സമരങ്ങളിലേക്ക് ഞങ്ങൾ പോകാനാണ് ആലോചിക്കുന്നത്. ഈ സമരത്തെ CITUവിന്റെ കുറെ ഗുണ്ടകളും അതുപോലെ തന്നെ BMSും തമ്മിലുള്ള അന്തർധാര സജീവമാണ്. അവരും ബദലി ജീവനക്കാരെ ഉപയോഗിച്ചുമാണ് ഇന്ന് ഈ TDFന്റെ പണിമുടക്ക് നേരിടാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത്. സ്ഥിര ജീവനക്കാർ ഭൂരിപക്ഷവും ഇന്നത്തെ പണിമുടക്കിൽ ഞങ്ങളോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നിങ്ങൾ മാധ്യമങ്ങൾ ഗതാഗത മന്ത്രിയോട് ചോദിക്കേണ്ട കാര്യം, 260 കോടി രൂപ KSRTCക്ക് വരുമാനമുണ്ടായിട്ട് എന്തുകൊണ്ട് ആ 260 കോടി രൂപയിൽ നിന്നും 72 കോടി രൂപ മാത്രം മതി KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ? ആ വരുമാനത്തിൽ നിന്ന് എന്തുകൊണ്ട് എടുത്ത് ശമ്പളം നൽകുന്നില്ല എന്നുള്ള ലളിതമായ ഒരു ചോദ്യം നിങ്ങൾ ഗതാഗത മന്ത്രിയോട് ചോദിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ. ഈ ഉദ്യോഗസ്ഥർ അപ്പൊ ജോലിക്ക് എത്താതിരുന്ന കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമാകും. അപ്പൊ അതിനെക്കുറിച്ച് എങ്ങനെയാണ്? ജനുവരി മാസം 22-ാം തീയതി സംസ്ഥാന ജീവനക്കാരും അതുപോലെ തന്നെ ഭരണകക്ഷി
ഇവിടെ രണ്ടാമത്തെ പാർട്ടിയായ CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൌൺസിലും ചേർന്ന് ഇവിടെ കേരളത്തിലൊരു പണിമുടക്ക് നടത്തി. അന്നും ഈ ഉമ്മാക്കി കാണിച്ചിരുന്നു. എന്നാൽ ആ പണിമുടക്ക് ജോയിന്റ് കൌൺസിലും പ്രതിപക്ഷ സംഘടനയും കൂടി ചേർന്ന് വിജയിപ്പിക്കുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ ഡയസ്നോൺ കൊണ്ടൊന്നും ഈ തൊഴിലാളികളെ പീഡിപ്പിക്കാമെന്നോ അല്ലെങ്കിൽ മാനസികമായി തളർത്താമെന്നോ കരുതണ്ട. ഡയസ്നോണൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. KSRTCയിൽ TDF നടത്തുന്ന ആദ്യത്തെ പണിമുടക്കല്ല ഇത്. ഇനിയും ഒട്ടനവധി പണിമുടക്കുകൾ ഇത്തരത്തിൽ ഗവൺമെന്റ് KSRTC ജീവനക്കാരെ പീഡിപ്പിക്കുകയാണെങ്കിൽ ഒട്ടനവധി പണിമുടക്കുകൾ നേരിടേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനാ തീർച്ചയായിട്ടും TDF വലിയ പ്രതിഷേധവുമായി രംഗത്ത് തന്നെ നിൽക്കുകയാണ്. പ്രതിഷേധം അവസാനിപ്പിക്കുന്നില്ല, പണിമുടക്ക് തുടരുന്ന സാഹചര്യം തന്നെയാണ്. പക്ഷേ വാഹനങ്ങൾ തടയുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള പണിമുടക്കല്ല, സാധാരണഗതിയിൽ നിയമപരമായി നേരിടേണ്ട പല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണിമുടക്കാണ്. ഏതായാലും ഇത് ഇങ്ങനെ തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതെ, ശരി വിഷ്ണു, ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് TDF പണിമുടക്ക് നടത്തുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് നിന്നും റിയാസ് KMR ചെയ്യുന്നുണ്ട്. റിയാസ്, കോഴിക്കോട് ജില്ലയിൽ എങ്ങനെയാണ് KSRTC ജീവനക്കാരുടെ സമരം പുരോഗമിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? 12 ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് TDF പ്രവർത്തകർ നടത്തുന്ന പണിമുടക്ക്, ആ പണിമുടക്ക് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലും പുരോഗമിക്കുകയാണ്. കോഴിക്കോട് KSRTC ഡിപ്പോയിൽ നിന്നുള്ള ദീർഘദൂര സർവീസുകൾ നടത്തുന്നുണ്ട്. പണിമുടക്ക് നടക്കുന്നുണ്ടെങ്കിലും ആ പണിമുടക്ക് സർവീസിനെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. കാരണം ഇവിടെ KSRTC മാവൂർ റോഡിലെ KSRTCയുടെ ടെർമിനലിൽ നിന്നുള്ള ദീർഘദൂര ബസ്സുകൾ വയനാട്, മാനന്തവാടി അതുപോലുള്ള പ്രദേശങ്ങളിലേക്കുള്ള ബസ്സുകൾ, മറ്റ് തെക്കൻ ജില്ലകളിലേക്കുള്ള സർവീസുകളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രാദേശികപരമായ സർവീസുകൾ പലതും നടക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ശമ്പളം, ഒപ്പം തന്നെ പെൻഷൻ എന്നിവ കൃത്യമായി വിതരണം ചെയ്യണം. ഒപ്പം തന്നെ DA കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങൾ അത് എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കണം. കൂടാതെ KSRTCയുടെ പഴയ ബസ്സുകൾ 15 വർഷത്തിലധികമായി ഉള്ള ബസ്സുകളാണ് ഇപ്പോഴും സർവീസ് നടത്തുന്നത്. അത് കണ്ടം ചെയ്ത് മാറ്റേണ്ട ബസ്സുകളാണ്. ആ ബസ്സുകളിലാണ് ഇപ്പോഴും സർവീസ് നടത്തേണ്ടി വരുന്നത്. അത് ജീവനക്കാരെ സംബന്ധിച്ച് ഏറെ അപകട ഭീതി സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ ശമ്പളവും പെൻഷനും അത് കിട്ടാത്ത രീതിയിൽ പറയുമ്പോൾ ഇവർ സർക്കാർ ജീവനക്കാരാണ്. പക്ഷേ ആ സർക്കാർ ജീവനക്കാരാണെന്ന് പറയുമ്പോഴും സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്ന സ്ഥിര വരുമാനത്തിൻ്റെ ഒരു സുരക്ഷിതത്വം തങ്ങൾക്കില്ല എന്നുള്ളതാണ് TDF പ്രവർത്തകർ പറയുന്നത്. അതിന് ഒരു ഉദാഹരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ശമ്പള വിതരണം വൈകുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെയായി, ഇത്രയും തീയതിയായി, എന്നിട്ടുകൂടി ഇതുവരെ ലഭിച്ചില്ല എന്ന കാര്യം അവർ ചൂണ്ടിക്കാട്ടുന്നു. മന്ത്രി KB ഗണേഷ് കുമാർ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുൻപിലും പ്രസ്താവനയിലൂടെയും പറഞ്ഞ ഒരു കാര്യം, ശമ്പളം 1-ാം തീയതി തന്നെ ശമ്പളം തരാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നായിരുന്നു. പക്ഷേ ആ ഒരു വാക്ക് പുറത്തു വന്നതിന് ശേഷവും കഴിഞ്ഞ മാസത്തെ ശമ്പളം കിട്ടിയില്ല എന്ന് തന്നെ സമരക്കാർ പറയുന്നൊരു സാഹചര്യമുണ്ട്. അതേസമയം സമരക്കാർ ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സമരത്തെ തകർക്കാൻ വേണ്ടി ബദൽ ജീവനക്കാരെ രംഗത്തിറക്കിക്കൊണ്ട് CITUവും ഒപ്പം തന്നെ KSRTC മാനേജ്മെൻറ്റും സർക്കാരും ഒരു ഗൂഢാലോചന നടത്തി ഈ സമരത്തെ തകർക്കാനുള്ള നീക്കമാണ് നടത്തിയത്. അതിൻ്റെ ഭാഗമായാണ് ദീർഘദൂര സർവീസുകൾ പലതും ഇപ്പോൾ സർവീസ് നടത്തുന്നത്. 90% ജീവനക്കാരുടെ മനസ്സും ഈ സമരത്തിനൊപ്പമാണ്. പക്ഷേ അവരെ ഭീഷണിപ്പെടുത്തിയും മറ്റുമൊക്കെയായാണ് ഇന്ന് സർവീസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ചിലർക്ക് അമിത ജോലിഭാരം ഏൽപ്പിച്ചുകൊണ്ട് ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരെ ഇന്നുകൂടി ജോലിക്ക് എത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സമരത്തിനെതിരെ CITU നീക്കം നടത്തുന്നത് എന്ന് TDF പ്രവർത്തകർ ആരോപിക്കുന്നു. എന്നാൽ CITU ഇതിന് നൽകുന്ന മറുപടി, ഇതുമായി ബന്ധപ്പെട്ട് ഈ ശമ്പള പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ഒരു മെമ്മോറാണ്ടം പുറത്തിറങ്ങാൻ പോകുന്നുണ്ട്. അത് മനസ്സിലാക്കി ഈ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പ്രഹസനം മാത്രമാണ് ഈ TDFന്റെ സമരം എന്ന ആരോപണമാണ് CITU ഉന്നയിക്കുന്നത്. ഈ TDFന്റെ ആരോപണത്തിന് മറ്റൊരു മറുപടി CITU നൽകുന്നത്, ഇത് നിർബന്ധിച്ചു കൊണ്ടുവന്ന ജീവനക്കാരല്ല, അവർ സ്വയം സന്നദ്ധരായി ജോലി ചെയ്യാൻ വന്ന ജീവനക്കാരാണ്, അവരാണ് ഇന്ന് സർവീസ് നടത്തുന്നത്, അതല്ലാതെ ബദൽ ജീവനക്കാരല്ല എന്നൊരു വാദം കൂടി CITUവിൻ്റെ ഭാഗത്തുനിന്നും ഉന്നയിക്കുന്നു. എന്തായാലും സമരം പുരോഗമിക്കുകയാണ്, പണിമുടക്ക് പുരോഗമിക്കുകയാണ്. പക്ഷേ സർവീസുകളെ കാര്യമായി ബാധിച്ചിട്ടില്ല. ആതിര. ശരി, കോഴിക്കോട് നിന്ന് റിയാസ് KMRും തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരനുമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.